പഠിക്കാൻ വിട്ട കാലത്ത് പഠിക്കണം. ഒരു റീല് തോന്നി. പിന്നെ നോക്കുമ്പോണ്ടല്ലോ അരമണിക്കൂർ നോക്കും. ഇതാണ് വാങ്ങിയ സാധനം. ഞങ്ങൾ ഇന്ന് വീണ്ടും എത്തിയിട്ടുണ്ട്. ഒരു പാലരമ വായിക്കാൻ ഒരു പൂതി. ഒരു മുഖക്കുരു കൊണ്ട് ആകെ അങ്ങോട്ട് ഇടങ്ങേറായിട്ടുണ്ട്. ഇത് കണ്ടോ, ഇവിടെ അങ്ങോട്ടൊരു കുരു വന്നതാണ്. അത് ഭയങ്കര ഇപ്പൊ കണ്ണിന്റെ പകുതി വിശല കാണുന്നത്. എന്തൊക്കെയാ വരുന്നത്. ഇത് നെല്ലിമ്പത്തേക്കുള്ള റോഡ്. ഇത് നടവയലിലേക്ക് നെല്ലിമ്പ ചാടാതെ നടവയൽ പോണ റോഡ്. ഏതാ അവസ്ഥ നോക്കുക. റോഡിന്റെ ചേറ് റോഡ് വഴി നടക്കുന്ന കേട്ടോ. ഇതിനകത്ത് കൂടെ 2 വീലർ എങ്ങനെയൊക്കെ പോവാന്ന് ഞാൻ ആലോചിക്കുന്നത്. അവസ്ഥ റോഡ് പണി നടക്കുന്നില്ലാവോ. ഞാനിപ്പോൾ ഉള്ളതേ ചേരിയംകൊല്ലി എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. പടിഞ്ഞാറത്തറയ്ക്ക് പോണ വഴിക്കാണ്, 5-ാം മൈലിന്ന്. അപ്പോൾ ഇവിടെ ഒരു പുഴ കണ്ടപ്പോൾ നിർത്തിയതാ. അത്യാവശ്യം വെള്ളമൊക്കെ ആയിട്ടുണ്ട്. ഇതാ അടുത്ത മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങോട്ടേക്കൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. മഴ കുറഞ്ഞപ്പോൾ വെള്ളം വരിഞ്ഞതാണ്. നല്ല കലക്ക് വെള്ളം കേട്ടോ. അത്യാവശ്യം വലിയ പാലാണ്. അതാണ്ടോ പടിഞ്ഞാറത്തറയാണ്. നല്ല മഴയാണ്. ഇവിടുന്ന് ബാണാസുരസാഗർ ഡാമിലേക്ക് അവിടെ 3 കിലോമീറ്റർ കേട്ടോ. പടിഞ്ഞാറത്തറ ടൗണിലാണ്. പെയ്തു വണ്ടി ഇത് അവിടെ നിർത്തിയിട്ടുണ്ട്. ഫോണൊരു വല്ലാത്ത സീൻ തന്നെ കേട്ടോ. മഴ പെയ്തപ്പോൾ കൂട്ടിടാൻ വേണ്ടി കയറിയതാണ്. ഒരു റീല് തോണ്ടി, ഒരു ടിങ് എന്ന് പറഞ്ഞ സൗണ്ട് കേട്ടിട്ട് ഒരു റീല് തോണ്ടി. പിന്നെ നോക്കുമ്പോണ്ടല്ലോ അരമണിക്കൂർ ഫോണിലങ്ങ് തോണ്ടിയിരുന്നു. കൂട്ടിടാൻ 5 മിനിറ്റ് പോലും വേണ്ട. ഇങ്ങനെ പറഞ്ഞത് ഫോണ് ഭയങ്കര സീനാണ്. ഏതാ അവസ്ഥ. ഉച്ചയ്ക്കൊന്ന് ചോറും കറിയൊന്നുമല്ലോ കേട്ടോ. ഇന്നിപ്പോൾ എന്തായാലും കുറേ കാലത്തിന് ശേഷം ഒരു ഷവായ മന്തി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് കമ്പളക്കാട് വിട്ടൊരു കഫേയിൽ വന്നേക്കാണ്. നോക്കാം എങ്ങനെയുണ്ട്. എത്തിയിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് അവിടെ കഴിച്ചു നോക്കട്ടെ. ഫുഡ് മോശമൊന്നുമില്ല, നല്ല അടിപൊളിയായിരുന്നു. അടുത്ത മഴ ഇത് വീട്ടിൽ പോകാൻ പറ്റില്ല. ഞാനേ ഒരു ലക്കി പാമ്പ് മേടിച്ചു. ഞാൻ കുറേ ആയി മേടിക്കാൻ വിചാരിച്ചു. 140 രൂപയുണ്ട്. അപ്പോൾ സാധനം ഞാൻ വീട്ടിലെത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഒന്നാമത്തെ കേസ് ഫോണിൽ ചാർജില്ല, സ്കൂട്ടിയിലും ചാർജ് കുറവാണ്. പിന്നെ വീട്ടിലെത്തിയിട്ട് കറക്റ്റ് കാണിച്ചു തരാം. സ്കൂട്ടിയിൽ ചാർജ് ഭയങ്കര ഔട്ടാണ് കേട്ടോ, 19%. പിന്നെ അടുത്തെത്താനായി, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇതാണ് വാങ്ങിയ സാധനം. ഇതൊന്ന് പ്ലാൻ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ആമസോണിൽ നിന്ന് ഒരു കൊറിയർ വന്നിട്ടുണ്ട്. ഇതെന്താന്നുള്ളത് അൺബോക്സ് ചെയ്ത് നോക്കട്ടെ. ട്രൈപോഡാണെന്ന് എനിക്ക് തോന്നുന്നു. അലക്ക് പാമ്പ് ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാ ചെറിയൊരു ബൗളിൽ. അപ്പോൾ ഇതാ ചേച്ചിയുണ്ട്, ചേച്ചിന് മമ്മിയുണ്ട്, എല്ലാം വന്നിട്ടുണ്ട്. അമ്മയുണ്ട്, വിഷ്ണു അവിടെ നിന്ന് ചായ കുടിക്കുന്നുണ്ട്. ഇനി ഇത് വെക്കാനുള്ള സ്ഥലം കൂടി നോക്കട്ടെ. തൽക്കാലം ഇപ്പോൾ ഇത് ഇവിടെ വെച്ചിട്ടുണ്ട്. സംഭവം രസമുണ്ട്. ഓവർ വെയിലടിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. എന്ത് ഈ പ്ലാന്റ് ശരിക്കും നല്ല വലിപ്പം വെക്കും. ഈ സാധനം അവരെന്ത് ചെയ്യുന്ന വെച്ചാല് ക്രോപ്പ് ചെയ്യുന്ന ഇതേപോലെ വെട്ടി ക്രോപ്പ് ചെയ്യുന്ന നല്ല വലിയ. പക്ഷെ അതങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് വെള്ളത്തിൽ വെക്കുന്നുണ്ട്. വെള്ളത്തിൽ വെക്കും, വലിയ ഗ്ലാസ് ജാറിൽ വെക്കുന്നുണ്ട്. നമ്മൾ ഈ തോട്ടത്തിൽ ഇപ്പൊ ജിമ്മിലേക്ക് ഞങ്ങൾ 2 പേരേ ഉള്ളൂ. മറ്റവന്മാർ ഇന്ന് ലീവാ. അവനവൻ്റെ ബൈക്ക് അവിടെ കയറ്റിയിടുന്നു, എന്നിട്ട് സ്കൂട്ടിക്ക് പോകണമെന്ന്. 36% ചാർജ്. ഞങ്ങൾ ഇന്ന് വീണ്ടും എത്തിയിട്ടുണ്ട്.
ഇന്നലെ ശരിക്കും സ്റ്റിക്കർ വാങ്ങാൻ വന്നാണ്, അത് മറന്നുപോയി. അപ്പം സ്റ്റിക്കർ കൂടി വാങ്ങാൻ വിചാരിച്ചു. കൊണ്ടാ സ്റ്റിക്കർ അവിടെ കാണിക്കും. ഇതാണ് വിഷ്ണുവിന്, അവനേതോ എയർപോർട്ടിൽ എന്തോ ഒട്ടിക്കാൻ വേണമെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അവനുള്ള ഐറ്റമാണിത്. കുറെ എന്തൊക്കെയോ ക്യാരക്ടേഴ്സ് ഉണ്ട് കേട്ടോ. എന്താ ഐറ്റം എന്ന് പിടിയിരുന്നില്ല. ഈ സാധനം കൊള്ളാട്ടോ. ഓരോന്നായിട്ട് പൊടിച്ച് പൊടിച്ചൊട്ടിക്കാൻ പറ്റുന്ന കുറേ ഗ്രാഫിക്സ്. സാധനം കൊള്ളാം. സ്റ്റഡ് തപ്പിക്കൊണ്ടിരിക്കും. ഏതാ കുറെ ടൈപ്പ് സാധനം. അതാ കറുപ്പ് സ്റ്റഡ് കണ്ടില്ല നല്ല സ്ഥലം. അതാ റിങ്, അതാ കളറ് മഴവില്ല്. അതൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നീ കളർ ടൈപ്പ് ഒക്കെ ഇട്. ഇതിന്റെ ഇതൊക്കെ ഉണ്ട് അടുത്ത്. പിന്നെ ഗോൾഡൻ ടൈപ്പ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഈ ഒരു ക്യാരക്ടറിന്റെ പേര് കൊള്ളാം. ഒരു ബാലരമ വായിക്കാനൊരു പൂതി. ഒന്ന് പോയി നോക്കട്ടെ അല്ലേ, വാങ്ങി നോക്കാം. അതിന് എവിടെ ഉള്ളതെന്നൊന്നും വലിയ ഐഡിയ ഒന്നുമില്ല. കിട്ടിയില്ല. നാളെ പോണ വഴിക്ക് ഇനിയിപ്പോൾ വാങ്ങാൻ വേണ്ടി ഇരിക്കാം. ഇപ്പം നാളെ റൂട്ടിൽ പോകുമ്പോൾ എവിടെന്നെങ്കിലും ഒപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. പർച്ചേസ് യോഗട്ട്. ഇപ്രാവശ്യം സ്ട്രോബെറിയും മാംഗോയാണ് ട്രൈ ചെയ്യുന്നത്. നോക്കി നോക്കാം ടേസ്റ്റ് വൈസ് എങ്ങനെ ഉണ്ടെന്ന് വലിയ ഐഡിയ ഒന്നുമില്ല. ഇത് നേരെ വീട്ടിലേക്ക് പോട്ടോ. യോഗട്ട് വാങ്ങിയിരുന്ന മാംഗോ സ്ട്രോബെറി സാലില് കോലുമിട്ടായി. വേറൊരു പർച്ചേസും കൂടി ഉണ്ട്. കോഴിത്തീറ്റ കഴിഞ്ഞു, അപ്പം അതും കൂടി മേടിച്ചു. മഴ വരുന്നുണ്ട്, അതിന് മുന്നേ ആയിട്ട് വീട്ടിൽ പോട്ടെ. ഇന്നിപ്പോൾ വൈകുന്നേരം ഞാൻ വന്നപ്പോൾ ഒരു കൊറിയർ വന്നിട്ട് പറഞ്ഞല്ലേ, അതാണ് കഴിക്കാൻ. ആമസോണിൽ നിന്നാണ്. പൊട്ടിച്ച് നോക്കാം. സംഭവം വേറെ ഒന്നല്ല, ഞാൻ തന്നെ ഓർഡർ ചെയ്തോ. ട്രൈപോഡ് ലാൻസി, ഇതാണ് ഐറ്റം. ചെറുതോ കറക്റ്റ് ഇങ്ങനെ കഴിച്ചോട്ടോ. ഇത് കഴിക്കാനുള്ള എലൻകി ചൈനീസ് ഐറ്റമാണ്. ചൈനീസ്. ഇത് നമ്മൾ നോർമൽ ഫോണിൻ്റെ ഗ്രിപ്പായിട്ട് ഇങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ. നമ്മൾ വീഡിയോ നമുക്ക് നോർമൽ വ്ളോഗ് എടുക്കുന്നില്ലേ, അതിനിങ്ങനെ നോർമലായിട്ട് ഇങ്ങനെ യൂസ് ചെയ്യാം. നൈസാ. അതായത് വലിയ ട്രൈപോഡ് പോലെ നീട്ടാതെ നമുക്ക് എടുക്കൂലേ അതിനകത്ത്. ഓ ഇവിടെ വേറെ ഐറ്റം ഉണ്ട്. അത് പൊളിച്ച് സാധനം ഉണ്ടോ. ബ്ലൂടൂത്തിന് സ്വിച്ച്, ക്യാമറ സ്വിച്ച്. കൊള്ളാം. ടാപ്പ് ചെയ്ത് ക്യാമറ റെക്കോർഡ് ചെയ്യാം, ഓഫ് ചെയ്യാം. യൂസർ മാനുവൽ തന്നെ വലിയൊരു ബുക്കായിട്ടുണ്ട്. ഇത് വേറെ ഏതോ ലാംഗ്വേജോ നമുക്ക് മനസ്സിലാവില്ല. ഇംഗ്ലീഷൊന്നുമല്ല. പഠിക്കാൻ വിട്ട കാലത്ത് പഠിക്കണം എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഇത് ഇംഗ്ലീഷ് അല്ല. എങ്ങനെ ഓപ്പൺ ചെയ്യണം എന്നുള്ളത് മാത്രം അറിയത്തില്ല. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് കുറച്ച് ടൈറ്റ് ആണുള്ളൂ, കുഴപ്പമില്ല. നൈസ്. പക്ക ഹാൻഡ് മുകളിലോട്ടോ. സെറ്റ് നോക്കിയേ, അടിപൊളിയായിട്ടുണ്ട്. പൊളിച്ചു പൊളിച്ചു പൊളിച്ചു. എക്സ്റ്റൻഡഡ് റാഡ് സ്റ്റാൻഡ്. ഇത് ഓൾറെഡി മനസ്സിലായി. ഞാൻ റാഡ് പ്രതീക്ഷിച്ചില്ല. എന്തായാലും കൊള്ളാം, നൈസായിട്ടുണ്ട്. സെറ്റായിട്ട് എടുക്കാട്ടോ, അടിപൊളിയായിട്ടുണ്ട്. നൈസ്, ഇഷ്ടപ്പെട്ടു. ലെങ്ത് വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ അത്രയില്ല, പക്ഷെ ബിൽ ക്വാളിറ്റി ഇതിനാണ് അടിപൊളി. ഇതിന് ആമസോണിൽ എടുത്ത 1500 രൂപ. ഇതിന് 700 രൂപ. സംഭവം മാറ്റമുണ്ട്. ഇത് ലൈറ്റ് വെയിറ്റ്. ഇത് ഇത്രയും വലുപ്പമുണ്ട്, പക്ഷെ ലൈറ്റ് വെയിറ്റ്. പക്ഷെ ഇത് ഇത്ര ഹൈറ്റും ഉള്ളു, ഇത്രയും സ്പെക്ക് സാധനങ്ങളൊക്കെ ഉണ്ട്, നല്ല വെയിറ്റ് ഉണ്ട്. ബ്ലൂടൂത്ത് ബട്ടൺ ശരിക്കും കൈ പിടിച്ചാൽ മതി. നമ്മൾ എന്തെങ്കിലും ഇത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കയ്യിൽ നിന്ന് പ്രസ് ചെയ്താൽ മതി. അതല്ല, പിന്നെ അത് പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട് അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. നമുക്ക് ഇതിനകത്ത് നിന്നൊരു വീഡിയോ എടുത്ത് നോക്കട്ടെ. അത് ഭയങ്കര സെറ്റപ്പ് കേട്ടോ. ഇത് ക്ലിപ്പ് ഭയങ്കര സ്മൂത്താ. ഹോൾഡ് ആവുന്നുണ്ട്, പക്ഷെ നല്ല ഹാർഡായിട്ട് ഹോൾഡ് ആവുന്നുണ്ട്. നല്ല സ്മൂത്താ, കൊള്ളാം. ഹാൻഡിൽ ചെയ്യാൻ നല്ല രസമുണ്ട്, കൊള്ളാം. പെട്ടെന്ന് ക്യാമറ ടേൺ ചെയ്യാനൊക്കെ നല്ല കൊള്ളാം. ഈ ട്രൈപോഡ് ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ അധികം. ഇതൊന്ന് വാങ്ങി വെച്ചു നല്ലത്, പിന്നെ അത് യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ നല്ല ട്രൈപോഡ്, നല്ല ബിൽഡ് ക്വാളിറ്റി, നല്ല മെറ്റലിൻ്റെ സാധനം. കുക്കിംഗ് വീഡിയോസോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ
ടോപ്പ് ബെഞ്ചിൽ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ എടുക്കുന്ന സാധനങ്ങളൊക്കെ എടുക്കാൻ നല്ല അടിപൊളി ഒരു ട്രൈപ്പോഡ്. അടുത്ത ദിവസം ഞാൻ അതിനകത്ത് വെച്ചൊരു വീഡിയോ ഒക്കെ എടുത്ത് കാണിച്ചു തരാം. അപ്പം പിന്നെ എന്നാ വേറെ ഒന്നുമില്ല. അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. നാളെ നോക്കട്ടെ, നല്ല ബെറ്റർ ആയിട്ടുള്ള കണ്ടന്റുകൾ കിട്ടട്ടെ, നോക്കാം, ശ്രമിക്കാം. ഓക്കെ, ബൈ ബൈ.